അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ജബ്ബാർ അൽ മുഹൈമിനിൽ ഗഫാർ ഗാഫിരിദ് ദംബി ഖാബിലിത് തൗബ് ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു വഅലൈഹിൽ ഹിസാബ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له സമീയ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദര സഹോദരികൾ, നമ്മയും ഈ പ്രപഞ്ചത്തെയാകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണേ എന്നുണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും വളരെ ഗൗരവത്തോടെ കാണേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. വിശദമായ പഠനവും ചർച്ചയും തുടർന്നും ഈ വിഷയത്തിലുണ്ടാകണം എന്ന് മാത്രം ഉപദേശിക്കുകയാണ്. വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിർവഹിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരുമായും ബന്ധമുണ്ട്, അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. അവരെ കാണാൻ നാം ആഗ്രഹിക്കുന്നു. അവരുടെ അഭാവം പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാറുണ്ട്. അവരുടെ വിളി കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടാകാറുണ്ട്. അവരെക്കുറിച്ചറിയാനും അവരുടെ സാമീപ്യവും സാന്നിധ്യമുണ്ടാകാൻ നമ്മളെപ്പോഴും കൊതിക്കാറുണ്ട്. ആ അടുപ്പമുള്ള, ബന്ധമുള്ള, സ്നേഹമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുണ്ടാകാം. നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ഗുരുനാഥന്മാരുണ്ടാകാം. സാമ്പത്തികമായും മറ്റും നമ്മെ സഹായിച്ചവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ നാം അവരെ സ്നേഹിക്കുന്നു. അവരുടെ സാന്നിധ്യം എന്നുമെന്നും ഞാനും നിങ്ങളും കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന നാം ഒന്ന് ഓർത്തു നോക്കൂ. ഈ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ള, നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും, കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും ചിന്തിക്കുന്ന ബുദ്ധിയും, ഈ ഭൂമുഖത്ത് നാം ഉപയോഗപ്പെടുത്തുന്ന, നാം അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ ഒരുവനെ അറിയലല്ലേ ജീവിതത്തിലെ ഏറ്റവും മർമ്മം. അതാണ് നമ്മുടെ വിഷയം. ലോകത്തേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും മാനവ സമൂഹത്തിൻ്റെ മുമ്പിൽ ആദ്യമായി അവതരിപ്പിച്ച വിഷയമാണത്. മനുഷ്യനെ മരണശേഷം ശാശ്വതമായ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അറിവാണത്. ശാശ്വതമായ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന
അറിവാണത്. മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന അറിവാണത്. ആത്മീയതയുടെ പേരിൽ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവൻ നേടിയെടുക്കേണ്ട അറിവാണത്. മുസ്ലിം ഉമ്മ അനൈക്യത്തിൽ നിന്ന് വിട്ട് ഐക്യത്തിലൂടെ, സമാധാനത്തിലൂടെ കഴിയണമെങ്കിൽ മുസ്ലിം ഉമ്മ നിർബന്ധമായും അറിയേണ്ട അറിവ്. ജീവിത വിശുദ്ധി പാലിക്കാൻ മനുഷ്യൻ ആഗ്രഹമുണ്ട്, പലപ്പോഴും അതിന് കഴിയുന്നില്ല. ജീവിത വിശുദ്ധിയിലേക്ക് ഏതൊരു മനുഷ്യനെയും നയിച്ചുകൊണ്ടിരിക്കുന്ന അറിവ്, അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ഈ ലോകത്തെ പടച്ച, മനുഷ്യരെ പടച്ച, മനുഷ്യൻ്റെ ജീവിതമാകമാനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, വ്യത്യസ്തങ്ങളായ കരുണകൾ അവൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനെ കുറിച്ചുള്ള അറിവ്. പക്ഷേ ഭൂരിപക്ഷ മനുഷ്യർക്കും അതിന് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചു ചോദിച്ച ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. മനുഷ്യ, അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ അവനെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നതിൽ നിന്ന് നിന്നെ തെറ്റിച്ച ഘടകമേതാണ്? അവനെ ഓർക്കുന്നതിന് പകരം പലരെയും നീ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവന് നൽകേണ്ട ആരാധനകൾ, അവന് മാത്രം നൽകേണ്ട പ്രാർത്ഥനകൾ പലർക്കും നൽകി അവരെ നീ ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ റബ്ബിനെ നിന്നെ മറപ്പിച്ച ഘടകം എന്താണ്, ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച് അവനെല്ലാം ഒരുക്കിക്കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത റബ്ബിൻ്റെ ചോദ്യത്തിന് മറുപടി കാണേണ്ട ഒരു മഹത്തായ ബാധ്യത മരിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്ത് വെച്ച് മരണപ്പെട്ട് പരലോക യാത്രയിൽ, ആ പരലോക യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ടതും പകർത്തേണ്ടതുമായ അറിവാണത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന്. വഅസ്ബഗ അലൈക്കും നിഅമ ലാഹിറതൻ വ ബാത്തിന. കാണുന്നതും കാണാത്തതുമായ, പ്രത്യക്ഷവും പരോക്ഷവുമായ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊട്ടിത്തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അതൊന്ന് എണ്ണി നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഇത്രയാണ് എന്ന് ക്ലിപ്തമാക്കി പറയാൻ സാധ്യമല്ലാത്ത വിധം മനുഷ്യന്റെ ജീവിതത്തിലേക്ക്, ഈ ഭൂമുഖത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത വിധമാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു കിഡ്നി തകരാറിലായ ഒരു ചെറുപ്പക്കാരനോട് ഒരല്പസമയം സംസാരിക്കാൻ സമയം കിട്ടിയപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി കിഡ്നി തകരാറിലായി ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മറുപടി, സുഹൃത്തെ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല.